നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ക്യാപിറ്റൽ ബാലൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ ബാലൻസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഭാഗം ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. 2:1 എയും ബിയും റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത്. സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം. ഫേമിലേക്ക് സി എന്ന് പറയുന്നൊരു പുതിയ പാർട്ണർ വരികയാണ്. അയാൾക്ക് പ്രോഫിറ്റിൽ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ കൊടുക്കുന്ന ഷെയർ 1/4 ആണ്. സി കൊണ്ടുവരുന്നുണ്ട് ₹20,000 ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് ക്യാപിറ്റൽ. സി ക്യാപിറ്റലായിട്ട് 20,000 രൂപയാണ് ഫേമിലേക്ക് വരുന്ന സമയത്ത്. ദ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ്, ആരാണ് ഓൾഡ് പാർട്ണേഴ്സ്? എയും ബിയും. ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് CBRD ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം റിലേറ്റിംഗ് ടു ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അസറ്റിന്റെ റീവാലുവേഷനും ലാബിലിറ്റിയുടെ റീവാലുവേഷനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 45,000 ആണ് എന്റെ വരിക, 15,000 ആണ് ബീൻ്റെ വരിക. എന്നാൽ ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ്, അവിടെ ഒരു തീരുമാനം വരികയാണ്. അപ്പോൾ പുതിയ പാർട്ണറുടെ ക്യാപിറ്റൽ 20,000 കൊണ്ടുവരും. അതേപോലെ എയും ബിയും ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ 45,000 15,000 ആയിട്ടാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വരുന്നതെന്ന് പറയുന്നു. അവിടെ ഒരു തീരുമാനം വരികയാണ്. എന്താണ് ആ എഗ്രിമെന്റ് നോക്കാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ, അതായത് എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ ഷുഡ് ബി അക്കോർഡിംഗ് ടു, എങ്ങനെയായിരിക്കണം? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പുതിയ റേഷ്യോന്റെ ബേസിലായിരിക്കണം. അപ്പോൾ പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടി വരും നമുക്ക് നോക്കാം. ബാക്കിയും കൂടെ വായിക്കാം. ഡിറ്റർമൈൻ, കണ്ടുപിടിക്കുക, ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി, അതായത് പുതിയ റേഷ്യോ വെച്ചിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. സിന്റെ ക്യാപിറ്റൽ പുതിയ റേഷ്യോ വെച്ച് തന്നെയാണ് വരിക, പുതിയ ക്യാപിറ്റൽ ആയതുകൊണ്ട്. ആൻഡ് റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രി എഴുതാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അസ്യൂമിങ് ദാറ്റ്, എന്താണ് ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? പാർട്ട്ണർ ഹൂസ് ക്യാപിറ്റൽ ഫാൾസ് ഷോർട്ട്, എന്താന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ക്യാപിറ്റൽ 45,000 എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ക്യാപിറ്റൽ പുതിയ റേഷ്യോ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ അതിനേക്കാളും കൂടും, ചിലപ്പോൾ അതിനേക്കാളും കുറയും. അതിനേക്കാളും കൂടുതലാണെങ്കിൽ അയാൾ ക്യാഷ് കൊണ്ടുവരണം, അതിനേക്കാളും കുറവാണെങ്കിൽ അയാൾക്ക് ക്യാഷ് റീഫണ്ട് ആയിട്ട് എടുക്കാൻ പറ്റും. ബ്രിങ്സ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി, അതായത് കുറവാണെങ്കിൽ ക്യാഷ് കൊണ്ടുവരിക. ആൻഡ് ദ പാർട്ണർ ഹു ഹാസ് എൻ എക്സസ്, കൂടുതലുണ്ടെങ്കിൽ അയാൾക്ക് ആ എക്സസ് എമൗണ്ട് പിൻവലിക്കാം. ഡോണ്ട് വറി, കൃത്യമായിട്ട് ഈ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. റെഡി? തുടങ്ങാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പുതിയ റേഷ്യോ വെച്ചുള്ള ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പുതിയ റേഷ്യോ അറിയണ്ടേ. ഈ ക്വസ്റ്റ്യനിൽ പുതിയ റേഷ്യോ തന്നിട്ടില്ല. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ഉണ്ട് അല്ലേ? എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ഉണ്ട്. അതേപോലെ സിന്റെ ഷെയറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ, റിമൈനിങ് ഷെയർ ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ തുടങ്ങാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് പുതിയ റേഷ്യോ കണ്ടുപിടിക്കണം. കാരണം അത് വെച്ചാണ് പുതിയ ക്യാപിറ്റൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ between A, B and C. എയും ബിയും സിയും തമ്മിലുള്ള പുതിയ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ എഴുതാം. ഓൾഡ് റേഷ്യോ ഉണ്ട് അല്ലേ? ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ ഓൾഡ് റേഷ്യോ ഉണ്ടാവുക? എ ആൻഡ് ബി.
എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. എത്രയാണ്? 2:1 ആണ്. കണ്ടോ? ഏതാ റേഷ്യോ? 2:1. ഞാനത് എഴുതി 2:1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ അടുത്തൊരു ഇൻഫർമേഷൻ ഉള്ളത്, സീനെ അവിടെ പാർട്ണർഷിപ്പിലേക്ക് അഡ്മിറ്റ് ചെയ്യാണ് അല്ലേ. അയാൾക്ക് ഫേമിൽ എത്ര ഷെയറാണ് കൊടുക്കുന്നത്? 1/4 ഷെയറാണ് കൊടുക്കുന്നത്. അപ്പൊ സീന്റെ ന്യൂ ഷെയർ, കാരണം സി പുതിയ പാർട്ണറാണ്, അതുകൊണ്ട് സീന്റെ ന്യൂ ഷെയർ നമുക്ക് എഴുതാം. സീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു 1/4. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഷെയർ കണ്ടുപിടിക്കുക അല്ലെ. റിമൈനിങ് ഷെയർ 3/4. 4/3 ഭാഗം ബാക്കിയുണ്ട്. റിമൈനിങ് ഷെയർ അറിയാമെങ്കിൽ ആ ഷെയറിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പം ഞാൻ എഴുതുകയാണ് ന്യൂ ഷെയർ ഓഫ് എന്റെ പുതിയ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? എന്റെ ഓൾഡ് ഷെയർ എത്ര? 2/3. 2:1 അല്ലേ. അപ്പം 2/3 ഇൻറ്റു റിമൈനിങ് ഷെയർ എത്ര ഉണ്ട്? 3/4. അപ്പം അതിന്റെ ബേസിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2 × 3 6, 3 × 4 12. ഇനി നമുക്കിവിടെ എഴുതേണ്ടത് ബീസ് ന്യൂ ഷെയർ ആണ്. ബീസ് ന്യൂ ഷെയർ 1/3 ആണ് അല്ലേ. 1/3 ഇൻറ്റു 3/4. റിമൈനിങ് ഷെയർ 3/4. 1 3 3 3 4 12. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ എഴുതേണ്ടത് സീസ് ന്യൂ ഷെയർ ആണ്. സീൻ്റെ പുതിയ ഷെയർ എത്ര? 1/4 അല്ലേ. 1/4. ഈ 1/4 എങ്ങനെ എഴുതുക? ഇവിടെയൊക്കെ 12 അല്ലേ. അപ്പോൾ 12 കാക്കട്ടെ. ഇവിടെ 3 ഗുണിക്കുക. അപ്പോൾ മേലെയും 3 ഗുണിക്കുക. 3/12. നമുക്ക് ന്യൂ റേഷ്യോ കിട്ടി. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ A, B and C is equal to 6:3:3. 6:3:3. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒന്നുകൂടെ ഷോർട്ടാക്കുകയാണെങ്കിൽ 2:1:1. ഇതാണ് ന്യൂ റേഷ്യോ. എയും ബിയും സിയും തമ്മിലുള്ള ന്യൂ റേഷ്യോ. ഇനി ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ താഴെ എഴുതാണ് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ഓൾ പാർട്ണേഴ്സ് based on ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെ കണ്ടുപിടിക്കും? പുതിയ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ സി പുതിയ പാർട്ണറാണ് അല്ലേ. സീൻ്റെ ഷെയർ 1/4 അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സീൻ്റെ ഷെയർ എന്ന് പറഞ്ഞതാ 2:1:1 അല്ലേ. അപ്പോൾ സീൻ്റെ ഷെയർ 1/4 അല്ലേ. അങ്ങനെയാണെങ്കിൽ സി കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എത്രയാണ്? സി പുതിയ ആളായതുകൊണ്ട് പുതിയ റേഷ്യോ പ്രകാരം സി കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എത്രയാണ്? 20,000. ഇതാണ് ബേസ് ആക്കി എടുക്കേണ്ടത്. അങ്ങനെ പുതിയ ആളാണ് നമ്മൾ പുതിയ റേഷ്യോ കാണുമ്പോൾ ബേസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് സീസ് ക്യാപിറ്റൽ. എത്രയാ മക്കളെ? സീൻ്റെ ക്യാപിറ്റൽ 20,000 ആണ്. സീൻ്റെ ഷെയർ എത്ര? 1/4 അല്ലേ. ഇപ്പം 20,000 പറഞ്ഞാൽ 1/4 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഫേമിൻ്റെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും? ഫേംസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 20,000 എന്ന് പറഞ്ഞാൽ സീൻ്റെ ക്യാപിറ്റൽ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 1/4 ഭാഗമല്ലേ. അപ്പോൾ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 20,000 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 4. ടോട്ടൽ കിട്ടണമെങ്കിൽ ടോട്ടൽ ഫേമിൻ്റെ 4 ആയതുകൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 20,000 ബൈ 1 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 80,000 കിട്ടും. ഈ 80,000 ആണ് ഫേമിൻ്റെ ക്യാപിറ്റൽ. ഇനി നമ്മൾ എന്റെ ക്യാപിറ്റലും കണ്ടുപിടിക്കണം, ബിന്റെ ക്യാപിറ്റലും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? എസ് ക്യാപിറ്റൽ
എസ് ക്യാപിറ്റൽ. 80,000 ആണ് ഫേമിന്റെ ക്യാപിറ്റൽ. 80,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 ഭാഗമാണ് അല്ലെ. ടോട്ടൽ ഷെയർ 4 അല്ലേ. ഇതിൽ എന്റെ ഷെയർ എത്രയാണ്? 2:1:1 അല്ല. അപ്പൊ എന്റെ ഷെയർ 2 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 80,000/4 × 2 എത്ര ഉണ്ടായിരിക്കും? 40,000 ഉണ്ടായിരിക്കും. അതായത് നമ്മൾ സീന്റെ ക്യാപിറ്റൽ ഒരു ഷെയർ ആകുമ്പോൾ 20,000 ആണ്. അപ്പൊ എക്ക് 2 ഷെയർ ഉണ്ടല്ലോ. അപ്പൊ എന്റെ എത്ര ആയിരിക്കും? അതിന്റെ ഡബിൾ ആയിരിക്കും 40,000. സിമ്പിൾ ആണ്. ഇനി ബിന്റെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? ബീസ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും? ബീസ് ക്യാപിറ്റൽ 80,000 ആണ് ഫേമിന്റെ ക്യാപിറ്റൽ. ഇത് ടോട്ടൽ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ബിന്റെ ഷെയർ 1 അല്ലേ? 20,000. അത് 1/4 ആണ് ബിന്റെ ഷെയർ. അപ്പൊ ബിക്ക് 20,000. സിന്റെ ഷെയറും 1/4 ആണ് 20,000. എന്റെ ഷെയർ എന്നാൽ 2/4 ആണ്. അപ്പോൾ എക്ക് അതിന്റെ ഡബിൾ 40,000. ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം നോക്കാം. എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം ദ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് എ ആൻഡ് ബി, എന്റെയും ബിന്റെയും ക്യാപിറ്റൽ 40,000 20,000 ആണ് വരേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചു. എന്നാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞതിന് ശേഷം ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അസറ്റിന്റെ റീവാലുവേഷൻ ആയിക്കോട്ടെ, ലാബിലിറ്റിയുടെ റീവാലുവേഷൻ ആയിക്കോട്ടെ, എന്റേത് 45,000 വരുന്നുണ്ട്, ബിന്റേത് 15,000 വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. എക്ക് 40,000 വെച്ചാൽ മതി. കാരണം പുതിയ റേഷ്യോ വെച്ചാൽ മതി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ടോ? ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ റേഷ്യോ വെച്ചാൽ മതി. നമ്മൾ കണ്ടുപിടിച്ചു 40,000 മതി പുതിയ റേഷ്യോ വെച്ചാണെങ്കിൽ. അപ്പൊ 5,000 രൂപ എക്ക് പിൻവലിക്കാം, എക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ എ ക്യാൻ വിഡ്രോ റുപ്പീസ് 45,000 നിന്ന് 40,000 അവിടെ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 45,000 ക്യാപിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ 5,000 രൂപ ഏക്ക് എന്ത് ചെയ്യാം? പിൻവലിക്കാം, ക്യാഷ് ആയിട്ട് പിൻവലിക്കാം. ഇനി നിങ്ങൾ ബിന്റെ ക്യാപിറ്റൽ നോക്കിയ. ബിന്റെ ക്യാപിറ്റൽ 20,000 ആണ് വെക്കേണ്ടത്. എന്നാൽ ബിന്റെ ക്യാപിറ്റൽ അവിടെ ഉള്ളത് എത്രയാണ്? എല്ലാ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ബിന്റെ ക്യാപിറ്റൽ എത്ര ഉള്ളത്? 15,000 ആണ്. ഇപ്പൊ ബിക്ക് പിൻവലിക്കാൻ ഓപ്ഷൻ ഇല്ല. കാരണം 20,000 വെക്കണം, 15,000 അവിടെ ഉള്ളു. അപ്പൊ ബി ഇവിടെ എഴുതാം നമ്മൾ. ബി ഷുഡ് ബ്രിങ് അഡീഷണൽ ക്യാപിറ്റൽ 20,000 നിന്ന് 15,000 അവിടെ ഉള്ളൂ. അത് കുറച്ചിട്ട് ബാക്കി 5,000 രൂപ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ബി 5,000 ഇങ്ങോട്ട് കൊണ്ടുവരണം, എക്ക് 5,000 എന്ത് ചെയ്യാം? പിൻവലിക്കാം. ഇങ്ങനെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ട് നമ്മൾ എഴുതി. ഇനി എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. ഡിറ്റർമൈൻ ദ ന്യൂ ക്യാപിറ്റൽ. പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിച്ചല്ലോ. എന്റെ ക്യാപിറ്റൽ 40,000 എന്ന് പറഞ്ഞു, ബിന്റെ ക്യാപിറ്റൽ 20,000 എന്ന് കണ്ടുപിടിച്ചു. ആൻഡ് റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ്. ജേണൽ എൻട്രി എഴുതണം. പക്ഷെ ജേണൽ എൻട്രി എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അസ്യൂമിങ് ദാറ്റ് പാർട്ണർ ഹൂസ് ക്യാപിറ്റൽ ഫാൾ ഷോർട്ട് ബ്രിങ്സ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി. അതായത് ഒരു പാർട്ണറുടെ ക്യാപിറ്റൽ ഷോർട്ട് ഉണ്ട് അല്ലെ, 20,000 വെക്കണം ബിക്ക്. അപ്പൊ ബിന്റെ എത്ര ഷോർട്ട് ഉണ്ട്? 15,000 അവിടെ ഉള്ളൂ. അപ്പൊ 5,000 ഷോർട്ട് ഉണ്ട്. അപ്പൊ അയാൾ കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതേപോലെ ദ പാർട്ണർ ഹു ഹാസ് എൻ എക്സസ്. ആർക്ക് കൂടുതലുള്ളത്? എന്റെ 45,000 ഉണ്ട്, 40,000 വെച്ചാൽ മതി. സോ അയാൾക്ക് എക്സസ് എമൗണ്ട് പിൻവലിക്കാം. അപ്പൊ അതുവരെയുള്ള കോൺസെപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തു. ഇനി അതിന്റെ ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞു തരണം. ആ ജേണൽ എൻട്രിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സോ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ജേണൽ എൻട്രീസ്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LFന്റെ കോളം, ഒരു ഡെബിറ്റ് കോളം വേണം, ഒരു ക്രെഡിറ്റ് കോളം വേണം. നമുക്കറിയാം ഫോർമാറ്റ് ഒക്കെ. മക്കളെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എ എന്ന് പറയുന്ന ആൾക്ക് 40,000 ക്യാപിറ്റൽ പുതിയ റേഷ്യോ വെച്ച് മതി നമ്മൾ പറഞ്ഞു. 45,000 അവിടെ ഉണ്ട്. സോ എക്ക് ക്യാഷ് പിൻവലിക്കാം അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക നോക്കുക നിങ്ങൾ.
എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയും. കാരണം എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 45,000 ഉണ്ട്. എൻ്റെ ക്യാപിറ്റലൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിന് 5,000 നമുക്ക് കുറയ്ക്കാം. ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ് ആവും. യെസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. എൻ്റെ ക്യാപിറ്റലിന് എത്ര രൂപ കുറച്ചു? 5,000. ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, ക്യാപിറ്റൽ കുറയുമ്പോൾ ഡെബിറ്റ്. പഠിച്ചതാ. 2. നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോകും മക്കളെ? ഇയാളാ പൈസ പിൻവലിക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോകും? ക്യാഷ് പോകും. 5,000. നരേഷൻ എഴുതുക. ബീയിങ് എമൗണ്ട് withdrawn by A from the firm. ഫേമിൽ നിന്ന് എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ക്യാഷ് പിൻവലിച്ചു. ഇനി ബി എന്ന് പറയുന്ന ആൾ ക്യാഷ് കൊണ്ടുവരണം അല്ലെ? ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് കൂടും. ക്യാഷ് കൂടുമ്പോൾ ക്യാഷ് ഡെബിറ്റ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപ കൊണ്ടുവരണം? 5,000 രൂപ കൊണ്ടുവരണം. കാരണം 15,000 അവിടെ ഉള്ളൂ. ഇയാൾക്ക് 20,000 വെക്കണം. അപ്പോൾ 5,000 രൂപ കൊണ്ടുവരും. അപ്പോൾ ക്യാഷ് കൂടും. 2. ബീൻ്റെ ക്യാപിറ്റലിലെ ബാലൻസ് കൂടില്ല. കാരണം 15,000 ഉള്ള ബാലൻസ് എന്തായിട്ട് മാറും? ക്യാഷ് കൊണ്ടുവരുമ്പോൾ 20,000 ആയിട്ട് മാറും. സോ ബീൻ്റെ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് 5,000. നരേഷൻ എഴുതുക. ബീയിങ് അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ പാർട്ണർ ബി. അങ്ങനെ എഴുതിയാൽ മതി. ഇത്രയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. സോ ശ്രദ്ധിക്കാം. ഇവിടെ ഒരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കയറി വരുന്നൊരു ക്വസ്റ്റ്യൻ. ഞാനത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം. എയും ബിയും പാർട്ണേഴ്സ് ആണ്. അവർ പ്രോഫിറ്റും ലോസും വീതിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ. സീനെ അവിടെ അഡ്മിറ്റ് ചെയ്യാണ്. ഫേമിലേക്ക് 1/4 ഷെയർ ആണ് പ്രോഫിറ്റിൽ കൊടുക്കുന്നത്. പ്രോഫിറ്റിൽ, ഫ്യൂച്ചർ പ്രോഫിറ്റിൽ 1/4 ഷെയർ ആണ് കൊടുക്കുന്നത്. ഹി വിൽ ബ്രിങ്, അതായത് സി എന്ന് പറയുന്ന ആള് കൊണ്ടുവരും 30,000 രൂപ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. ആൻഡ് ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി, അതായത് ഓൾഡ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ ആർ ടു ബി അഡ്ജസ്റ്റഡ്, അത് അഡ്ജസ്റ്റ് ചെയ്യണം, അതിൽ മാറ്റം വരുത്തണം ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ ന്യൂ റേഷ്യോ വെച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിയ റേഷ്യോ വെച്ച് നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും ബാലൻസ് ഷീറ്റ് March 31, 2017 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബിഫോർ സീസ് അഡ്മിഷൻ വാസ് ആസ് അണ്ടർ. സാധാരണ അഡ്മിഷന്റെ മുമ്പുള്ള ബാലൻസ് ഷീറ്റ് തന്നെയാണ് തരാറുള്ളത്. അവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ലാബിലിറ്റി ആണ്. ബിൽസ് പേയബിൾ ഉണ്ട്, എക്സ്റ്റേണൽ ലാബിലിറ്റി ആണ്. ജനറൽ റിസർവ് ഉണ്ട്. ഇത് ഓൾഡ് പാർട്ണേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചതാണ്. ക്യാപിറ്റൽ ഉണ്ട്. എന്റെ ക്യാപിറ്റലും ബിന്റെ ക്യാപിറ്റലും ഓൾഡ് പാർട്ണേഴ്സിന്റെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. നെക്സ്റ്റ്, ക്യാഷ് ഇൻ ഹാൻഡ് 2,000, ക്യാഷ് അറ്റ് ബാങ്ക് 10,000, സൺട്രി ഡെപ്റ്റേഴ്സ് 8,000, സ്റ്റോക്ക് 10,000, ഫർണിച്ചർ 5,000, മെഷീനറി 25,000, ബിൽഡിംഗ് 40,000. എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് ബാക്കിയുള്ളത് നോക്കാം. അതർ ടേംസ് ഓഫ് എഗ്രിമെന്റ് ആർ ആസ് അണ്ടർ. താഴെ കുറച്ച് ടേംസ് ഓഫ് എഗ്രിമെന്റ് തന്നിട്ടുണ്ട്. സി വരുന്ന സമയത്തുള്ള എഗ്രിമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോക്കാം. സി വിൽ ബ്രിങ്, സി കൊണ്ടുവരണം ₹12,000 രൂപ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പൊ ഇതൊരു പ്രീമിയം മെത്തേഡ് ആണല്ലേ. ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. സോ മക്കൾ ഇതിന്റെ എൻട്രി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്കിത് എഴുതാം. പക്ഷെ ഇവിടെ 30,000 രൂപ സി ക്യാപിറ്റൽ ആയിട്ടും കൊണ്ടുവരുന്നുണ്ട്, 12,000 രൂപ ഗുഡ് വിൽ ആയിട്ടും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എത്ര രൂപ കൊണ്ടുവരുന്നുണ്ട്? 42,000 രൂപ സി കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ്, ബിൽഡിംഗ് വാസ് വാല്യൂഡ്. ബിൽഡിംഗിൽ മാറ്റം വരുന്നുണ്ട്. അസറ്റ് ആണ്, അസറ്റ് റീവാല്യൂഷൻ ആണ്. 45,000. ബിൽഡിങ്ങിന്റെ ആദ്യത്തെ വാല്യൂ എത്രയാണ്? 40,000 ആണ് അല്ലെ. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ വാല്യൂ കൂടി. മെഷീനറിയുടെ വാല്യൂ 23,000 ആണ്. മെഷീനറിയുടെ പഴയ വാല്യൂ നോക്കുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ കാണുന്നത് 25,000 ആണ്. മെഷീനറിയുടെ വാല്യൂ ഡിക്രീസ് ആയി. നെക്സ്റ്റ്, എ പ്രൊവിഷൻ ഫോർ ബാഡപ്റ്റ്. ബാഡപ്റ്റില് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പൈസ മാറ്റി വെക്കുക, ലാബിലിറ്റി ആണ് അല്ലെ. ഈസ് ടു ബി ക്രിയേറ്റഡ്, പ്രൊവിഷൻ വെക്കുന്നുണ്ട്, ബാഡപ്റ്റ് ഉണ്ടാവും വെച്ചിട്ട്. ഡെപ്റ്റേഴ്സിന്റെ മേലെ 6%. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് എയും ബിയും, എൻ്റെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട്
ആർ ടു ബി അഡ്ജസ്റ്റഡ്, അത് അഡ്ജസ്റ്റ് ചെയ്യണം ബൈ ഓപ്പണിംഗ് കറന്റ് അക്കൗണ്ട്. അപ്പൊ കറന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ആദ്യം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് അക്കൗണ്ട് വെച്ച് എന്ത് ചെയ്യാനുണ്ട്? അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ്, റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ്. നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്? ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ഫേംസ് ബാലൻസ് ഷീറ്റ്, ഫണ്ടല്ല ഫേംസ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ സീസ് അഡ്മിഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രീസ് എഴുതണം, വേണ്ടപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകൾ എഴുതണം, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഫേമിൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കാം. ശ്രദ്ധിക്കുക, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഫസ്റ്റ് ജേണൽ എൻട്രീസ് വെച്ച് തുടങ്ങാം. നമുക്ക് എങ്ങനെ ജേണൽ എൻട്രീസ് എഴുതും? സ്റ്റാർട്ട് ചെയ്യാണ്, നോക്കിക്കോളാം. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, LFൻ്റെ കോളം, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം. ഓക്കെ, ഫസ്റ്റ് എങ്ങനെ തുടങ്ങും ജേണൽ എൻട്രീസ്? നമ്മൾ എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ സി ക്യാപിറ്റലായിട്ട് 30,000 രൂപ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? എന്നാൽ അതേ സമയത്ത് സി വിൽ ബ്രിങ് റുപ്പീസ് 12,000 ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതിയാൽ മതി. മൊത്തം സി കൊണ്ടുവരുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ 42,000 ആണ്. സോ ഞാനിവിടെ എഴുതുകയാണ്. ഡേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കണം. ഡേറ്റ് March 31, 2017 അല്ലേ? March 31, 2017. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ April 1 വേണം എഴുതാൻ. 1/4/2017 അല്ലെങ്കിൽ March 31, 2017 കൊടുത്താൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപ ക്യാഷ് കൊണ്ടുവന്നു? 42,000 കൊണ്ടുവന്നു. എന്നാൽ ഇത് മുഴുവൻ ഗുഡ്വില്ലാണോ? അല്ല. 2 സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്, സീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ 30,000 രൂപ ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കി എമൗണ്ട് ഗുഡ്വില്ല് 12,000 രൂപയാണ് ഗുഡ്വില്ലായിട്ട് കൊണ്ടുവന്നത്. ടു ഗുഡ്വിൽ അക്കൗണ്ട് 12,000. നരേഷൻ എഴുതാം. ബീയിങ് amount of capital and C's share of goodwill brought in to the firm. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയില്ലേ? പിന്നെ റീവാലുവേഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഈ കൊണ്ടുവന്ന ഗുഡ്വില്ല്, ആ ഗുഡ്വില്ല് നമ്മൾ എന്ത് ചെയ്യണം? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? സാക്രിഫൈസിങ് റേഷ്യോയിൽ. അപ്പോൾ നമ്മളിവിടെ സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കണം. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ട്രിക്കൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാം. കാരണം 2:1 ഇവിടെ നോക്കിയാൽ അറിയാം, സീൻ്റെ ഷെയർ 1/4 ആണെന്നറിയാം. 2:1 ഓൾഡ് ആണ്. അപ്പോൾ ഇത് 2/3 എന്നായി. അപ്പോൾ ഒരു 1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 2:1:1 ആയി. അങ്ങനെയാണെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ നമുക്ക് ഇതന്നെ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ.
ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താ? സാക്രിഫൈസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ നമ്മൾ കുറക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സാക്രിഫൈസ് റേഷ്യോ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എഴുതേണ്ട എന്താണ്? ഓൾഡ് റേഷ്യോ ആണ്. ഓൾഡ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ നമ്മൾ എഴുതണം. എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ എത്രയാണ്? 2:1 അല്ലേ? 2:1 ആണ് എയും ബിയും തമ്മിലുള്ള ഓൾഡ് റേഷ്യോ. ഞാൻ എഴുതുകയാണ് 2:1. ഇനി ഞാൻ എഴുതാൻ പോണത് സീൻ്റെ ന്യൂ ഷെയർ ആണ്. സീസ് ന്യൂ ഷെയർ. സീൻ്റെ പുതിയ ഷെയർ ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാണ് സീൻ്റെ പുതിയ ഷെയർ? 1/4 അല്ലേ? 1/4. സോ ഞാനത് ഇവിടെ എഴുതി 1/4. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക? ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എഴുതുകയാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ കിട്ടിയാലല്ലേ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കിട്ടുള്ളൂ. കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ബിറ്റ്വീൻ എ, ബി ആൻഡ് സി. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് റിമൈനിങ് ഷെയറിന് എത്ര ഉണ്ട്? റിമൈനിങ് ഷെയർ 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ ന്യൂ ഷെയറും കണ്ടുപിടിക്കാം, ബിന്റെ ന്യൂ ഷെയറും കണ്ടുപിടിക്കാം. ഇപ്പോൾ എഴുതാണ് എസ് ന്യൂ ഷെയർ. ഓൾഡ് ഷെയർ എത്രയാണ്? 2:1 ആകുമ്പോൾ 2/3 അല്ലേ? ഇൻറ്റു 3/4. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 6/12 എന്ന് കിട്ടും. ഇനി അതേപോലെ നമ്മൾ ബിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കണം. ബീസ് ന്യൂ ഷെയർ 1/3 ഇൻറ്റു 3/4 അല്ലേ? 3/12 എന്ന് കിട്ടും. ഇനി സീൻ്റെ ന്യൂ ഷെയർ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതാം. സീസ് ന്യൂ ഷെയർ. സീൻ്റെ ന്യൂ ഷെയർ ഇവിടെ നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട് 1/4 ആണ്. സോ 1/4. ഇത് നമ്മൾ 12 കാക്കുമ്പോൾ എങ്ങനെ എഴുതുക? 3/12 എന്നാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടി. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ എ, ബി ആൻഡ് സി 6:3:3. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2:1:1. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ഇനി നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കണം ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഞാനിവിടെ താഴെ എഴുതുകയാണ് എസ് സാക്രിഫൈസ്. എക്കും ഉണ്ടാവും ബിക്കും സാക്രിഫൈസ് ഉണ്ടാവും. എൻ്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/3 അല്ലേ? അതിന് എൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 2/4 അല്ലേ? മൈനസ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 2 4 8 2 3 6 ഡിവൈഡഡ് ബൈ 12 2/12. ഇനി ബിന്റെ സാക്രിഫൈസ് കണ്ടുപിടിക്കണം. ബീസ് സാക്രിഫൈസ്. ബിന്റെ സാക്രിഫൈസ് 1/3 അല്ലേ ഓൾഡ് ഷെയർ? ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 അല്ലേ? 1 4 4 1 3 3 ഡിവൈഡ് ബൈ 12 1/12. അപ്പോൾ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കിട്ടി. താഴെ എഴുതാം സാക്രിഫൈസ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2:1. ഈസി. ഇങ്ങനെയാണ് സാക്രിഫൈസ് റേഷ്യോ കാണുന്നത്. നമ്മൾ കുറേ പഠിച്ചതാ, ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ റേഷ്യോയിൽ വീതിക്കണം. ഇത് കാണാൻ ട്രിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ഇത് വീതിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്താണ് ഈ ഗുഡ് വില്ല് വീതിച്ചു കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്ത ഗുഡ് വില്ലിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് എഴുതാൻ പോവാണ്. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര രൂപ? 12,000 രൂപ. ഇത് 2 പാർട്ണേഴ്സിനെ കിട്ടുക, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ കൂടും. അപ്പോൾ ഞാനിവിടെ എഴുതണം ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 2:1 അല്ലേ സാക്രിഫൈസ് റേഷ്യോ? 12,000 ഇൻറ്റു 2/3. അതേപോലെ ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്
നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 12,000 ഇൻറ്റു 1/3 കിട്ടും. 12,000 ഇൻറ്റു 2/3 ചെയ്ത് കഴിഞ്ഞാൽ 8,000 വരും. 12,000 ഇൻറ്റു 1/3 ചെയ്ത് കഴിഞ്ഞാൽ 4,000 വരും. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. ഇനി നരേഷൻ എഴുതാം. ബീയിങ് C's share of goodwill is distributed among all the partners in their sacrifice ratio. In their sacrifice ratio. ഇത്ര എഴുതാൻ നമുക്കറിയാം. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റും പഠിച്ചു. ഗുഡ്വില്ല് വീതിച്ചു കൊടുക്കണമെന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. ഇനി റീവാലുവേഷൻ കുറേ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് നമ്മൾ ചെയ്യാനുണ്ട്. റീവാലുവേഷൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് റീവാലുവേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ലിസൺ. ഇവിടെ എന്തൊക്കെ റീവാലുവേഷൻ സംഭവിക്കണം നോക്കിയേ. ബിൽഡിങ് വാസ് വാല്യൂഡ് അറ്റ് 45,000. ബിൽഡിങ്ങിന്റെ വാല്യൂ 45,000 ആണ്. ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടി. മെഷീനറിന്റെ വാല്യൂ 23,000 ആണ്. 25,000 ഉള്ള മെഷീനറി 23,000 കുറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ എഴുതില്ല, കാരണം രണ്ട് എൻട്രിയാണ് വരിക. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടിയതൊന്ന് എഴുതാം. മക്കളെ അസറ്റ് കൂടിയില്ല. അസറ്റ് കൂടുമ്പോൾ ഏതാ ഡെബിറ്റ് ആവുക? അസറ്റ് കൂടുമ്പോൾ അസറ്റ് ഡെബിറ്റ് ആവും. അപ്പോൾ ഞാനിവിടെ എഴുതാണ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ്. ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടുമ്പോൾ ഏതാണോ അസറ്റ് കൂടിയത് ഡെബിറ്റ് ചെയ്യണം. എത്ര മക്കളെ ബിൽഡിങ്ങിന്റെ വാല്യൂ കൂടിയത്? 40,000 ആയിരുന്നു ബിൽഡിങ്ങിന്റെ വാല്യൂ. അത് 45,000 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ എത്ര കൂടി? 5,000 കൂടി. സോ ഞാൻ 5,000 ഇവിടെ എഴുതി. ഏതാ ക്രെഡിറ്റ് ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ട്. കാരണം അസറ്റ് കൂടുമ്പോൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഇൻകം ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. റീവാലുവേഷൻ അക്കൗണ്ട് 5,000. നരേഷൻ എന്ത് എഴുതുക? ബീയിങ് increase in the value of fixed asset. അതായത് ബിൽഡിങ്ങിന്റെ വാല്യൂയിൽ എന്തായി? ഇൻക്രീസ് സംഭവിച്ചു. അപ്പോൾ അതിന് എൻട്രി നമ്മൾ എഴുതി വെച്ചു. ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞുകൊണ്ട് അത് എഴുതി വെച്ചു. ഇനി എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞു അല്ലേ? മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞു. മക്കളെ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ റീവാലുവേഷൻ ഡെബിറ്റ് ആവും. പിന്നെ ഇവിടെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ലാബിലിറ്റി കൂടുമ്പോൾ റീവാലുവേഷൻ ഡെബിറ്റ്. അപ്പോൾ ഇത് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഞാനത് എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതണം നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ്. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അല്ലേ ഡെബിറ്റ് ആവുക? അസറ്റ് ക്രെഡിറ്റ് ആവും, റീവാലുവേഷൻ ഡെബിറ്റ് ആവും. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 2. ഏതൊക്കെ വാല്യൂ കുറഞ്ഞത്? മെഷീനറി. അസറ്റ് കുറയുമ്പോൾ അത് ക്രെഡിറ്റ് ആവും. മെഷീനറിയുടെ എത്ര രൂപ കുറഞ്ഞു നോക്കിയാൽ നിങ്ങൾ? മെഷീനറിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 23,000 അല്ലേ? ഈ 23,000 ആയിട്ട് മാറി. എത്ര ആയിരുന്നു? 25,000 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ 2,000 രൂപ കുറഞ്ഞു. ആ 2,000 രൂപ ഞാൻ മെഷീനറിയുടെ വാല്യൂ കുറഞ്ഞതായിട്ട് കാണിക്കുകയാണ്. മെഷീനറി കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി 2 ഒരു ക്രെഡിറ്റും കൂടെ എഴുതണം. മക്കളെ നോക്കിയേ, ഇവിടെ പ്രൊവിഷൻ വെക്കുന്നുണ്ട്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലാബിലിറ്റി അല്ലേ? ബാഡ് ഡെപ്റ്റിന് പ്രൊവിഷൻ വെക്കാൻ നമുക്ക് നഷ്ടമല്ലേ? സോ അത് നമ്മൾ ഡെപ്റ്റേഴ്സിന്റെ 6% വെക്കണം. സോ അതൊരു ലാബിലിറ്റിയാണ്. അപ്പോൾ ലാബിലിറ്റി കൂടുമ്പോഴും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. To provision for doubtful debt. To provision for bad debt. അങ്ങനെ എഴുതിയാൽ മതി. To provision for bad debt account. ഇതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതാണ്. ഡെപ്റ്റേഴ്സിന്റെ 6% ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എത്രയെന്ന് അറിയണം. ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ ഉള്ളത് 8,000 ആണ്. ഈ 8,000ന്റെ 6% നമ്മൾ എഴുതണം. 480 കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 2,480 ആണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ എഴുതേണ്ടത്. നരേഷൻ എഴുതാം. ബീയിങ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് മെഷീനറി ആൻഡ് provision for bad debt is created.
പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഈസ് ക്രിയേറ്റ്. നമ്മളിത് രണ്ടോടെ സംഭവിച്ച് ഒരുമിച്ച് എഴുതി. റീവാലുവേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്രയാണ് ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ എഴുതേണ്ടത് റീവാലുവേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് നമ്മൾ കാണിക്കണം. അപ്പോൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാണിക്കുക വെച്ചാൽ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ വെച്ചാൽ സിമ്പിളാണ്. മക്കളെ റീവാലുവേഷൻ ക്രെഡിറ്റ് കിടക്കുന്നത് 5000 ആണ് അല്ലേ. റീവാലുവേഷൻ്റെ ഡെബിറ്റ് കിടക്കുന്നത് എത്രയാണ്? 2450 ആണ്. അപ്പോൾ ക്രെഡിറ്റിലെ കൂടുതൽ, ഇങ്കാണ് കൂടുതൽ, നഷ്ടം കുറവാണ്. സോ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ആണ്. എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2520 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. അതായത് 2450 ആ ഡെബിറ്റ് കിടക്കണം റീവാലുവേഷൻ്റെ, ക്രെഡിറ്റ് കിടക്കുന്നത് 5000 ആണ്. സോ അതിനെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2520 കിട്ടും. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ആ പ്രോഫിറ്റ് നമ്മൾ കാണിക്കാൻ പോവാണ്. എങ്ങനെയാണ് പ്രോഫിറ്റ് വീതിക്കുക? വളരെ സിമ്പിളാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പാർട്ണേഴ്സിന് കിട്ടുന്നതല്ലേ. പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവത്തേ ഉള്ളൂ. പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്, കാരണം അവർക്ക് കിട്ടുന്നതായതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഏതാ ഡെബിറ്റ് ആവുക? റീവാലുവേഷൻ അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 2520 പ്രോഫിറ്റ് ആണ്. 2 ഇത് സിക്ക് കിട്ടില്ല, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന് കിട്ടുക. അപ്പോൾ ഏതൊക്കെയാ പാർട്ണേഴ്സ്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. അതേപോലെ വേറെ ആരൊക്കെ കിട്ടുക? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്താവും? ക്രെഡിറ്റ് ആവും. എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ആവും, ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ആവും. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓൾഡ് റേഷ്യോയിൽ വീതിക്കണം. ഏതാണ് നമ്മുടെ ഓൾഡ് റേഷ്യോ? ഈ ക്വസ്റ്റിൽ നോക്കിയാൽ കിട്ടും 2:1 ആണ്. അപ്പോൾ 2:1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക? 2520 ഇൻറ്റു 2/3 ആണ് എക്ക് കിട്ടുക. 2520 ഇൻറ്റു 1/3 ആണ് ബിക്ക് കിട്ടുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 1650 എക്കും കിട്ടും, 840 ആർക്കും കിട്ടും? ബിക്കും കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് ചെക്ക് ചെയ്യുക കേട്ടോ. 1650 എക്ക്, 840 ബിക്ക്, ഇങ്ങനെയാണ് വരിക. ഓക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നരേഷൻ എഴുതാണ്. ബീയിങ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ണേഴ്സ്. ഏത് റേഷ്യോയിലാണ് വീതിക്കണേ? ഇൻ ദയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ? യെസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാം. അടുത്ത ഭാഗം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ എന്താ ഉള്ളത് ചോദിച്ചാൽ ജനറൽ റിസർവ് ഉണ്ട്. ഈ ജനറൽ റിസർവ് 6000 രൂപ ഓൾഡ് പാർട്ണേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. സോ അത് വീതിക്കാൻ പോവാണ്. അപ്പോൾ ഏതാ ഡെബിറ്റ് ആവുക? ജനറൽ റിസർവ് ലാബിലിറ്റി ആണ്, ലാബിലിറ്റി ക്രെഡിറ്റ് ആണ്. അത് പോകുമ്പോൾ ഡെബിറ്റ് ആവും. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് വീതിച്ചു കൊടുക്കുമ്പോൾ ഡെബിറ്റ് ആവൂലേ. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് 6000 രൂപ. 2 ആർക്കാ കിട്ടുക? സിക്ക് കിട്ടില്ല, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനെ കിട്ടുക. അതായത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആവും. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. 2 ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. എക്കും കിട്ടും, അതേപോലെ ആർക്കും കിട്ടും? ബിക്കും കിട്ടും. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 6000 ഇൻറ്റു 2/3. 6000 ഇൻറ്റു 1/3 ഓൾഡ് റേഷ്യോയിൽ എത്ര ഉണ്ടായിരിക്കും? നമ്മൾ ബിക്ക് 2000 ഉണ്ടാവും, അതേപോലെ നമ്മുടെ എക്ക് 4000 ഉണ്ടാവും. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ നരേഷൻ എഴുതാണ്. ബീയിങ് ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ദയർ ഓൾഡ് റേഷ്യോ. അവരുടെ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്തു? വീതിച്ചു കൊടുത്തു. ക്ലിയർ? അപ്പോൾ റിസർവ് നമ്മൾ വീതിച്ചു. ഇനി ഇവിടെ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വേറെ ഇൻഫർമേഷൻ ഒന്നും കാര്യമായിട്ടില്ല. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ഉണ്ടല്ലോ, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എൻ്റെയും ബിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം? ഓപ്പണിംഗ് കറണ്ട് അക്കൗണ്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം, എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമുക്ക് എഴുതാനുണ്ടാവും. സോ ആ ജേണൽ എൻട്രി നമുക്ക് ലാസ്റ്റ് എഴുതാം.
അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കണം. കാരണം ഇവിടെ ജേണൽ എൻട്രീസ് ഒന്നും കൂടെ എഴുതാനുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതിൽ നെസസറി ലെഡ്ജർ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കണം. ജനറൽ റിസർവിന് അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു ട്രീറ്റ്മെന്റ് ആണ്. റീവാലുവേഷൻ്റെ അക്കൗണ്ട് വരയ്ക്കുക, പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, പാർട്ണേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ ബാലൻസ് ഷീറ്റ് ടാലി ആവണം. നമുക്ക് നോക്കാം എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഞാൻ ആദ്യം വരയ്ക്കാൻ പോണത് റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് particulars amount നമുക്ക് ജേണൽ എൻട്രി നോക്കിയിട്ട് വരയ്ക്കാം കേട്ടോ. ഇനി സെപ്പറേറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജേണൽ എൻട്രി ഉണ്ടാക്കിയതുകൊണ്ട് ജേണൽ എൻട്രി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാണ് കുറച്ചും കൂടെ എളുപ്പം. particulars amount നമുക്ക് എൻട്രി നോക്കാം. എവിടെയാണോ നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ട് ഏതാ? റീവാലുവേഷൻ അക്കൗണ്ട് അല്ല. അപ്പോൾ റീവാലുവേഷൻ കാണുന്നതൊക്കെ നമ്മൾ നോക്കിക്കോളാം. ഫസ്റ്റ് നമ്മൾ ജേണൽ എൻട്രി നോക്കുമ്പോൾ റീവാലുവേഷൻ കാണുന്നത് ഈ ഭാഗത്താണ്. ഫസ്റ്റ് ഇതാണ് ഞാൻ ആദ്യം കണ്ട റീവാലുവേഷൻ. ഈ റീവാലുവേഷൻ ക്രെഡിറ്റിലല്ലേ? അപ്പോൾ റീവാലുവേഷൻ്റെ ക്രെഡിറ്റിൽ വേണം എഴുതാൻ. എന്താ ഓപ്പോസിറ്റ് ഉള്ളത്? ബിൽഡിംഗ് അല്ലേ? അപ്പോൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഒരിക്കലും ആ അക്കൗണ്ടിൻ്റെ പേര് എഴുതാൻ പാടില്ല. അപ്പോൾ ക്രെഡിറ്റിൽ എഴുതുമ്പോൾ എപ്പോഴും ബൈ ഇട്ട് എഴുതുക. ബൈ. ഓപ്പോസിറ്റ് ഉള്ളത് ബിൽഡിംഗ് ആയതുകൊണ്ട് ബിൽഡിംഗ് എന്ന് എഴുതാം. എമൗണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 5000 ആണ്. സോ ഞാൻ അങ്ങനെ എഴുതി. ഇനി എവിടെയാണ് റീവാലുവേഷൻ ഉള്ളത് നോക്കുക. ഇനി റീവാലുവേഷൻ ഉള്ളത് ഇവിടെ ഡെബിറ്റിലാണ് കണ്ടോ. അപ്പോൾ റീവാലുവേഷൻ്റെ ഡെബിറ്റിൽ വേണം എഴുതാൻ. ഓപ്പോസിറ്റ് 2 ഐറ്റം ഉണ്ട്, അപ്പോൾ 2 എഴുതണം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റിന് ഡെബിറ്റ് അല്ല ഓപ്പോസിറ്റ്, ഡെബിറ്റിന് ക്രെഡിറ്റ് ഓപ്പോസിറ്റ്. മെഷീനറി എഴുതണം, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എഴുതണം. സോ ഞാനിവിടെ എഴുതുകയാണ് ടു മെഷീനറി. നോക്കിയാൽ കാണാം 2000 ആണെന്ന് കാണാം. അതേപോലെ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് 480 കാണാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി നമ്മൾ റീവാലുവേഷൻ ഉള്ളതിലുണ്ട്, നമുക്ക് ഇതിൽ തന്നെ നോക്കി എഴുതാം കേട്ടോ. നമ്മളെല്ലാം പ്രിപ്പയർഡ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് വെച്ച് ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ പ്രിപ്പയർഡ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ നോക്കാം. ഇവിടെ റീവാലുവേഷൻ ഡെബിറ്റ് അല്ലേ? നോക്കിയേ. അപ്പോൾ റീവാലുവേഷൻ്റെ ഡെബിറ്റിൽ എഴുതാം. എന്തൊക്കെ 2 ഐറ്റം ഓപ്പോസിറ്റ്? എസ് ക്യാപിറ്റലും ബീസ് ക്യാപിറ്റലും. ആ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ശരിക്കും അത് ഉണ്ടാക്കി കണ്ടുപിടിക്കേണ്ടതാണ്. നമുക്ക് ഇത് നോക്കി എഴുതുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെബിറ്റിൽ എഴുതാം ടു എസ് ക്യാപിറ്റൽ, അതേപോലെ ടു ബീസ് ക്യാപിറ്റൽ. എൻ്റെ ക്യാപിറ്റലും ബീൻ്റെ ക്യാപിറ്റലും ഏതൊക്കെയാണ്? എൻ്റെ ക്യാപിറ്റലിൽ 1680, ബീൻ്റെക്ക് 840 പോകും. എൻ്റെക്ക് 1680, ബീൻ്റെക്ക് 840 പോകും. ഇത് നിങ്ങളിനി ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഫുള്ളും ഇങ്ങോട്ട് എടുത്ത് എഴുതിയതുകൊണ്ട്, നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് എഴുതിയതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് 2 സൈഡും ചെയ്ത് കഴിഞ്ഞാൽ ടാലി ആവും. ഇവിടെ 5000 കിട്ടും, ഇവിടെ നമുക്ക് എത്ര കിട്ടും? 5000 കിട്ടും. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ട്. ജേണൽ എൻട്രി ഉണ്ടാക്കിയതുകൊണ്ട് ഇങ്ങനെ എഴുതാം, വളരെ എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. സോ ഞാനത് വരയ്ക്കാൻ പോവാണ്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആയതുകൊണ്ട് നല്ല ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ കേട്ടോ. നോക്കണം. ഫസ്റ്റ് ഡേറ്റ് കോളം, പിന്നെ പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ JFൻ്റെ ഒരു കോളം, പിന്നെ ഒരു എമൗണ്ട് കോളം. എമൗണ്ട് കോളം എന്ന് പറയുമ്പോൾ എത്ര ആൾക്ക് വേണം നമ്മൾ നല്ല ശ്രദ്ധിച്ച് നോക്കുക. എത്ര ആൾക്ക് വരയ്ക്കാനുണ്ട്? എക്ക് വരയ്ക്കണം, ബിക്ക് വരയ്ക്കണം, സിക്ക് വരയ്ക്കണം. പിന്നെയും ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ JFൻ്റെ കോളം, പിന്നെ എൻ്റെ ഒരു കോളം, കോളം ബി, കോളം സി. ഹെഡിങ് കൊടുക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, A, B, C. ഡേറ്റ്, particulars, JF, A, B, C. ലിസൺ, ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എടുത്തെഴുതണം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നോക്കുക.
ഇവിടെ കാണാം എൻ്റെതും ബീൻ്റെതും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. സി പുതിയ ആളാണല്ലോ. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ 50,000, ബീൻ്റെ ക്യാപിറ്റൽ 32,000. അപ്പോൾ ഞാനിതിവിടെ എഴുതാൻ പോവാണ് ബൈ ബാലൻസ് ബി ബാർ ഡി, ബൈ ബാലൻസ് ബി ബാർ ഡി. എൻ്റെ ക്യാപിറ്റൽ 50,000, ബീൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? ബീൻ്റെ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ കാണുന്നത് 32,000. സിക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല, സി ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇനി ജേണൽ എൻട്രി നോക്കി എഴുതിയാൽ മതി. സി കൊണ്ടുവരുന്നതുകൊണ്ട് അതിൻ്റെ എൻട്രി ഉണ്ടാവുമല്ലോ. ഇവിടെ നോക്കാം, ഇവിടെ ക്യാപിറ്റൽ കാണുന്ന മാത്രം നോക്കിയാൽ മതി. ഇവിടെ കാണാം സീസ് ക്യാപിറ്റൽ അല്ലേ. സീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 30,000 എഴുതുക. സോ ഞാനത് എഴുതാൻ പോവാണ് 30,000. എൻട്രി നോക്കി എഴുതാൻ നല്ല സുഖമാണ്. സീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 30,000 എഴുതി. ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റിലുള്ള നമ്മൾ എഴുതിയത്. അപ്പോൾ ഓപ്പോസിറ്റ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. ഇതാണ് ഓപ്പോസിറ്റ്, ക്യാഷ്. സോ ഞാൻ എഴുതുകയാണ്, ഇവിടെ ഓപ്പോസിറ്റ് എഴുതുമ്പോൾ എന്ത് എഴുതണം? ബൈ ക്യാഷ്. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, ബൈ ക്യാഷ്. കണ്ടോ? ഇനി നമ്മൾ അടുത്ത എൻട്രി നോക്കുക. ക്യാപിറ്റൽ കാണുന്നതൊക്കെ പിടിച്ചോളാം. ഇവിടെ എൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്, അതുപോലെ ബീൻ്റെ ക്യാപിറ്റലും ക്രെഡിറ്റ് ആണ്. അപ്പോൾ എൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 8,000, ബീൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 4,000 എഴുതാം. സോ എൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ ഞാൻ എഴുതാൻ പോവാണ് 8,000, ബീൻ്റെയിൽ 4,000. സിക്ക് ഉണ്ടാവില്ല, കാരണം അത് ഗുഡ്വില്ലാണ്. ആ കൊണ്ടുവന്ന ഗുഡ്വില്ല് വീതിച്ചാണ്. 12,000 കണ്ടില്ലേ? അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എന്താ നോക്കുക. ഇതിന് ഓപ്പോസിറ്റ് എന്താണ്? ഗുഡ്വില്ലാണ് അല്ലേ? അതാ കാണാം ഇവിടെ ഗുഡ്വിൽ. അപ്പോൾ അത് ഗുഡ്വില്ല് എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഓപ്പോസിറ്റ് ഉള്ളത് വേണം എഴുതാൻ, ബൈ ഗുഡ്വിൽ. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എവിടെയാണ് ക്യാപിറ്റൽ കാണുന്നവരൊക്കെ പിടിച്ചോളാം. ഇവിടെ ക്യാപിറ്റൽ ഇനി അടുത്ത് ഞാൻ കാണുന്നത് എവിടെയാണ്? എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ. അതും എൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ്. എൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റിൽ 1650, ബീൻ്റെയിൽ 840 എഴുതുക. എൻ്റെ 1650, ബീൻ്റെയിൽ 840. സിക്ക് ഉണ്ടാവില്ല, കാരണം സി പുതിയ ആളാണ്. സിക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ, റീവാലുവേഷൻ ആണ്. അപ്പോൾ റീവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് ഇത് പ്രോഫിറ്റ് ആണ്, റീവാലുവേഷൻ. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഞാൻ ഇവിടെ എഴുതാണ് ബൈ റീവാലുവേഷൻ, ബൈ റീവാലുവേഷൻ. പ്രോഫിറ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് ക്രെഡിറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് എവിടെയാണ്? ക്യാപിറ്റലിൽ നോക്കുക. ഇവിടെ കാണാം അടുത്ത ക്യാപിറ്റൽ. എൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്, ബീൻ്റെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്. കണ്ടോ? 4,000 എൻ്റെ ക്യാപിറ്റൽ എഴുതുക, 2,000 ബീൻ്റെ ക്യാപിറ്റൽ എഴുതുക. സോ ഞാൻ എഴുതുകയാണ് 4,000, 2,000. ഓപ്പോസിറ്റ് എന്താ? ജനറൽ റിസർവ് വീതിച്ചാണ് അല്ലേ? അപ്പോൾ ഇവിടെ എഴുതുക ബൈ ജനറൽ റിസർവ്, അങ്ങനെ എഴുതാം. ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റിൽ എന്ത് ഇൻഫോർമേഷൻ ഉള്ളത്? വേറെ ക്യാപിറ്റൽ ബാലൻസുകളൊന്നും ഇല്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു എൻട്രിയും കൂടെ വരാണ്ട് കേട്ടോ, അത് ഞാൻ എഴുതാം. ലാസ്റ്റ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇത്രയാണ് ഇവിടെ എഴുതാനുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബാലൻസ് ബി ബാർ ഡി ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഗുഡ്വിൽ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, റീവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50,000 പ്ലസ് 8,000 പ്ലസ് 4,000 പ്ലസ് 1,680 കണ്ടോ? അപ്പോൾ നമ്മളെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 63,680 ആണ് ഏൻ്റെത്. നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റർ എടുത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാത്തത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര കിട്ടും? 63,680. ഇനി ബീൻ്റെ ടോട്ടൽ നോക്കുന്ന സമയത്ത് എത്ര കിട്ടും? 38,840 കിട്ടും. 38,840 ചെയ്ത് നോക്കുക. നമ്മൾ സീൻ്റെ കേസിൽ ആകെ ഒന്നേ ഉള്ള 30,000. സോ ഞാനത് ഇങ്ങോട്ട് എഴുതാണ് 63,680, 38,840, 30,000. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ബാലൻസ് സി ബാർ ഡി നമ്മൾ എഴുതാറുണ്ട് അല്ലേ? ഇവിടെ എഴുതുമ്പോൾ ക്യാപിറ്റൽ ബാലൻസ് സി ബാർ ഡി എഴുതണം. ഇത് എഴുതുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഈ 63,680 എഴുതാൻ പറ്റില്ല, 38,840 എഴുതാൻ പറ്റില്ല, 30,000 എഴുതാൻ പറ്റില്ല. ഇനി ക്യാപിറ്റൽ ഇതാണോ എന്നുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഞാനിവിടെ എഴുതുകയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ of partners based on new profit sharing ratio. പുതിയ റേഷ്യോ വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യണം. ആ ക്യാപിറ്റൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയെന്ന് ആദ്യം എഴുതി വെക്കുക. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ്
റേഷ്യോ. എത്രയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ എഴുതി വെക്കുമ്പോൾ പുതിയ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇതാണ് 2:1:1 ആണ്. ഇതാണ് ന്യൂ റേഷ്യോ, 2:1:1. അപ്പോൾ നമ്മളത് അവിടെ എഴുതി വെക്കാൻ പോവാണ്, 2:1:1. ഇനി നമ്മൾ പുതിയ പാർട്ണർ ആരാണ്? സി അല്ലേ? അപ്പോൾ സീസ് ക്യാപിറ്റൽ, സീൻ്റെ ക്യാപിറ്റലാണ് പുതിയ റേഷ്യോനെ ബേസ് ചെയ്ത് വരിക. നമ്മൾ നേരത്തെ ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 30,000 ആണ് ക്വസ്റ്റിലുണ്ട് സീൻ്റെ ക്യാപിറ്റൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഫേമിൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഫേംസ് ക്യാപിറ്റൽ, ഫേമിൻ്റെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുക? 30,000 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ, കണ്ടോ സീൻ്റെ ഷെയർ എത്ര? 1/4 അല്ലേ? 2:1:1 അല്ലേ? അപ്പോൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു 4 അടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1,20,000 ആയിരിക്കും. ഇതാണ് ഫേമിൻ്റെ ക്യാപിറ്റൽ. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? എന്റെ ക്യാപിറ്റലും ബിന്റെ ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ എഴുതാണ് എസ് ക്യാപിറ്റൽ. ഫേമിന്റെ ക്യാപിറ്റൽ 1,20,000 ആണ്. ഫേമിന്റെ ടോട്ടൽ ഷെയർ 4 ആണ്. നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഷെയർ എത്ര? 2:1:1 ആകുമ്പോൾ 2 അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുക? 60,000 ആണ് എന്റെ ക്യാപിറ്റൽ എന്ന് കിട്ടും. ഇനി അതേപോലെ ബിന്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ബീസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1,20,000 അല്ലേ ഫേമിന്റെ ക്യാപിറ്റൽ? ഇത് ടോട്ടൽ ഷെയർ 4 അല്ലേ? ഇതിൽ 2:1:1 ആകുമ്പോൾ 1 ആണ് ബീൻ്റെ ഷെയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 30,000 കിട്ടും. സീൻ്റെ ക്യാപിറ്റലും 30,000 കിട്ടും. സോ നമ്മളിവിടെ എഴുതാണ് എൻ്റെ ക്യാപിറ്റൽ ഇനി വരേണ്ടത് 60,000 ആണ്, ബീൻ്റെ ക്യാപിറ്റൽ ഇനി വരേണ്ടത് 30,000 ആണ്, സീൻ്റെ ക്യാപിറ്റൽ 30,000 ആണ്. ഇതാണ് പുതിയ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. ഈ ബാലൻസ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. നോക്കുക, ഈ ക്വസ്റ്റ്യൻ കൃത്യമായി പറയുന്നുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എ ആൻഡ് ബി, എൻ്റെ ബിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ട് വെച്ചാണ്? കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ്. സോ ഇത് നമ്മൾ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ഈ ബാലൻസ്. സോ ഞാനത് മാറ്റാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ഡിഫറൻസ് 63,650 അല്ലേ ഉള്ളത്? അതിൽ നിന്ന് 60,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ഇവിടെ കുറവുണ്ട്, 3,680 കൂടെ കുറവുണ്ട് ടാലി ആവാൻ. ഇവിടെ 38,840 അല്ലേ ഉള്ളത്? അതിൽ 30,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 8,840 ഉണ്ട്. അതേപോലെ ഇവിടെ 30,000 അല്ലേ ഉള്ളത്? അതിൽ നിന്ന് 30,000 കുറച്ച് കഴിഞ്ഞാൽ, കാരണം 30,000 ഇവിടെ 30,000 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ കറണ്ട് അക്കൗണ്ടൊക്കെ മാറ്റാൻ ഒരു ബാലൻസും ഇല്ല. സീൻ്റെ പുതിയ ബാലൻസ് ആയതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല. സോ ഞാനിത് കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ടു പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്, ടു പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. കൃത്യമായി ചെക്ക് ചെയ്ത് നമുക്കത് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കറണ്ട് അക്കൗണ്ടിലേക്ക് എക്ക് 3,650 മാറ്റുക, 8,840 ബിക്ക് മാറ്റുക, സിക്ക് മാറ്റണ്ടല്ലോ, സി പുതിയ ആളാണ്, അപ്പോൾ ഓൾറെഡി ആ ക്യാപിറ്റലിന് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ എഴുതാണ് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഏകദേശം തീരാനായി. ഇനിയൊരു ബാലൻസ് ഷീറ്റും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ചെറുതാക്കി വരച്ചാൽ മതി, കാരണം ഒറ്റ ഐറ്റം മാറ്റമുള്ളൂ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF. 3 പാർട്ണർ ഇല്ലേ? ആരൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, പിന്നെ എ ഉണ്ട്, അതേപോലെ നമ്മുടെ ബി ഉണ്ട്, സി ഉണ്ട്. ക്ലിയർ? യെസ്. ഹെഡിങ് കൊടുക്കാം. ഡേറ്റ്, particulars, JF, A, B, C. Date, particulars, JF, A, B, C. Listen, ഇതെങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക വെച്ചാൽ ഇവിടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഈ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം എൻട്രി ഒന്ന് എഴുതി വെക്കാം. ഇതെങ്ങനെ എൻട്രി ചെയ്ത് വെച്ചാൽ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. കണ്ടോ, പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റിൽ പാർട്ണർ കറണ്ട് അക്കൗണ്ട് അല്ല എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് എഴുതാൻ പോവാണ്. ആ എൻട്രിയും കൂടെ നമുക്കൊന്ന് എഴുതാനുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് ഒരു എൻട്രി എഴുതാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഒറ്റ എൻട്രിയും കൂടെ നമുക്ക് എഴുതാനുണ്ട്. ആ എൻട്രി ഞാൻ എഴുതാണ്, ശ്രദ്ധിക്കുക. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാർട്ണറാണ്?
എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ അങ്ങനെ വേണം എഴുതാൻ കേട്ടോ. ഏതൊക്കെയാണ് പാർട്ണർ എന്ന് എഴുതണം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, അതേപോലെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് ഇത് എവിടേക്ക് മാറ്റി? കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിയില്ലേ? ടു എസ് കറണ്ട് അക്കൗണ്ട്, എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിലേക്ക് ഇട്ടു. ടു ബീസ് കറണ്ട് അക്കൗണ്ട്, എൻ്റെ ബീൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ബീൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക? എത്ര എമൗണ്ട്? എൻ്റെ നിന്ന് എത്ര മാറ്റിയത്? 3650 എൻ്റെ നിന്നും 8840 ബീൻ്റെ നിന്നും. അപ്പോൾ 3680 ഇവിടെ ഡെബിറ്റായി, 8840 ഇവിടെ ക്രെഡിറ്റായി. എൻഡിക്ക് കറണ്ട് അക്കൗണ്ടിലേക്ക് 3650 മാറ്റി, ബീൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് 8840 മാറ്റി, കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ള നരേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ എഴുതി വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ കറണ്ട് അക്കൗണ്ടൊക്കെ മാറ്റിയത് നമ്മൾ ഇവിടെ കാണിക്കണം. ഇതാ ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. എൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്കല്ലേ മാറ്റിയത്? എൻ്റെയും ബീൻ്റെയും കറണ്ട് അക്കൗണ്ടിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എഴുതണത് 3680 എൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി, അതേപോലെ 8840 ബീൻ്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി. എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ആയി എന്നറിയില്ലേ? കാരണം കറണ്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താണ്, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് എവിടെ നിന്നാണ് വന്നത്? ബൈ പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് എഴുതാൻ പാടില്ല. ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയേ ഉള്ളൂ കറണ്ട് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റ്. ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. 3680 8840 ഇവിടെ ഇല്ല. 3680 8840 ഇവിടെ ഇല്ല. സോ 3650 ബാലൻസ് ഉണ്ടാവും. 8850 ബീൻ്റെയിൽ ബാലൻസ് ഉണ്ടാവും. സീൻ്റെ കറണ്ട് അക്കൗണ്ടിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ എഴുതുമ്പോൾ ബൈ ബാലൻസ് സി ബാർ ഡി എന്ന് എഴുതാം. ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഒരു ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. സോ ഞാൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ബാലൻസ് ഷീറ്റ് ഓഫ് reconstituted firm. Reconstituted firm as on 31st March 2017. 31st March 2017 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാണ്. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ 1/4/2017 കൊടുത്താൽ മതി. ലാബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. liabilities amount, assets amount. നമ്മൾ ആദ്യം പഴയ ബാലൻസ് ഷീറ്റ് എടുക്കുക. പഴയ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പഴയ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയുണ്ട്? ക്രെഡിറ്റേഴ്സ് ഉണ്ട് അല്ലേ? ആ ക്രെഡിറ്റേഴ്സിൽ മാറ്റമൊന്നുമില്ല. സോ നമ്മൾ ആ ക്രെഡിറ്റേഴ്സ് അവിടെ തന്നെ എഴുതി വെക്കണം. ക്രെഡിറ്റേഴ്സ് 8000. സോ നമുക്ക് ആദ്യം എഴുതുമ്പോൾ ക്യാപിറ്റൽ ബാലൻസ് എഴുതി വെക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. 3 ആൾക്കാരുണ്ടല്ലേ ക്യാപിറ്റൽ. എൻ്റെ ക്യാപിറ്റൽ എത്ര? എൻ്റെ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഇത് വേണം എഴുതാൻ കേട്ടോ. സി ബാർ ഡി വേണം എഴുതാൻ. എൻ്റെ ക്യാപിറ്റൽ എത്ര? 60000. ബീൻ്റെ 30000, സീൻ്റെ 30000. സോ ഞാൻ എഴുതുകയാണ് എൻ്റെത് 60000, എൻ്റെ ക്യാപിറ്റൽ 60000, ബീൻ്റെ ക്യാപിറ്റൽ 30000, സീൻ്റെ ക്യാപിറ്റൽ 30000. അങ്ങനെ ഫേമിൻ്റെ മൊത്തം ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1,20,000. ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ട് എഴുതണം. കറണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായതുകൊണ്ട് കറണ്ട് അക്കൗണ്ട് എഴുതണം. കാരണം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അക്കൗണ്ട് എഴുതണം. എത്രയാണ്? എൻ്റെത് 3650, ബീൻ്റെ 8840. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് 3650 എഴുതി, ബി എന്ന് പറഞ്ഞിട്ട് 8840 എഴുതി. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് വെക്കുക. 12520 കിട്ടും. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 12520 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. 12520 ഇത്രയും ഞാൻ എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് എന്താ ചോദിച്ചാൽ പഴയ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻ അതിലുണ്ട് നോക്കുക. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് കാണാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 8000. അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രെഡിറ്റേഴ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല. സോ ഞാൻ ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ട് എത്ര എഴുതാണ്? 8000 എഴുതാണ്. ക്രെഡിറ്റേഴ്സ് 8000. ക്രെഡിറ്റേഴ്സ് 8000. ഇനി പഴയ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ 4000 ആണ്. സോ ഞാനത് എഴുതുകയാണ് ബിൽസ് പേയബിൾ 4000. ബിൽസ് പേയബിൾ മാറ്റങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. പിന്നെ അവിടെ ഉള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലും ജനറൽ റിസർവ് ആണ്. ജനറൽ റിസർവ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഞാൻ എഴുതണ്ട, ക്യാപിറ്റൽ നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് അസറ്റ് ആദ്യം എഴുതാം. ബിൽഡിങ്
ബിൽഡിങ്ങിന്റെ വാല്യൂ 40,000 ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ 5,000 രൂപ കൂടി 45,000 ആയിട്ടുണ്ട്. സോ നമ്മൾ ബിൽഡിംഗ് കാണിക്കുമ്പോൾ 45,000 കാണിക്കണം. അപ്പം ഞാനിവിടെ എഴുതാണ് ബിൽഡിംഗ് 45,000. ബിൽഡിങ്ങിന്റെ വാല്യൂ 45,000. ഇനി അടുത്ത ഐറ്റം ഇവിടെ ഉള്ളത്, ഈ ക്വസ്റ്റിൽ അടുത്ത ഐറ്റം ഉള്ളത് മെഷീനറി ആണ് അല്ലേ. മെഷീനറിയുടെ വാല്യൂ നമുക്ക് ബാലൻസ് ഷീറ്റിലുള്ളത് 25,000 ആണ്. പക്ഷെ നമ്മൾ മെഷീനറിയുടെ വാല്യൂ ഇവിടെ എത്ര മാറിയിട്ടുണ്ട്, 23,000 ആയിട്ടുണ്ട്. സോ നമ്മൾ മെഷീനറി കാണിക്കുമ്പോൾ 23,000 ആണ് കാണിക്കേണ്ടത്. പുതിയ വാല്യൂ വേണം കാണിക്കാൻ. ഞാൻ എഴുതാണ് മെഷീനറി 23,000. ഇനി എന്താണ് ക്വസ്റ്റിലുള്ളത് നോക്കാം. ഇനി ക്വസ്റ്റിലുള്ള അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചറിൽ മാറ്റങ്ങളൊന്നും ഇല്ല. സോ ആ 5,000 തന്നെ കാണിച്ചാൽ മതി. ഫർണിച്ചറിൽ ചേഞ്ചസ് ഒന്നും ഇല്ല, ക്വസ്റ്റിലൊന്നും പറയുന്നില്ല. സോ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുക, 5,000 തന്നെ എഴുതുക. ഫർണിച്ചർ 5,000. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇനിയുള്ളത് സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ മാറ്റങ്ങളൊന്നും ക്വസ്റ്റിൽ പറയാത്തതുകൊണ്ട് ആ 10,000 തന്നെ എഴുതി വെക്കാം. സ്റ്റോക്ക് 10,000. സ്റ്റോക്ക് കാണിക്കുകയാണ്, സ്റ്റോക്ക് 10,000. ഇനി ക്വസ്റ്റ്യനിൽ എന്ത് ഇൻഫർമേഷൻ ഉള്ളത്? ഇനി ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെപ്റ്റേഴ്സ് കാണാം അല്ലേ, സൺട്രി ഡെപ്റ്റേഴ്സ്. ഇതിൽ പ്രൊവിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രൊവിഷൻ കുറയ്ക്കണം. അപ്പോൾ 8,000 നിന്ന് ഡെപ്റ്റേഴ്സ് പ്രൊവിഷൻ കുറയ്ക്കണം. സോ ഞാനിവിടെ എഴുതുകയാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് ഇവിടെ 8,000. പക്ഷേ അതിന് പ്രൊവിഷൻ കുറയ്ക്കാനുള്ളതുകൊണ്ട് അതവിടെ മൈനസ് ചെയ്യണം. മൈനസ് പ്രൊവിഷൻ. പ്രൊവിഷൻ 480 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാം. 8,000 നിന്ന് 480 കുറയ്ക്കാം. അങ്ങനെ കുറച്ച് നമുക്ക് 7,520 കിട്ടും. ആ 7,520 നമ്മളിവിടെ എഴുതി വെക്കണം. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റിലുള്ള ഇൻഫോർമേഷൻ നോക്കാം. ഇനി ക്വസ്റ്റിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് 10,000 ഉണ്ട്. അതിൽ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ തന്നെ കാണിച്ചാൽ മതി. ക്യാഷ് അറ്റ് ബാങ്ക് 10,000. ക്യാഷ് അറ്റ് ബാങ്ക് 10,000. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് ആണുള്ളത്. ക്യാഷ് ഇൻ ഹാൻഡ് കാണുമ്പോൾ ശ്രദ്ധിക്കണം. ക്യാഷ് ഇൻ ഹാൻഡിൽ കുറച്ച് ക്യാഷ് സി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എത്ര ക്യാഷ് ഓൾറെഡി ഉണ്ട്, 2,000 ഉണ്ട്. ആ 2,000 ആദ്യം എഴുതി വെക്കുക, ഉള്ളിൽ എഴുതി വെക്കുക. ആ 2,000ലേക്ക് സി 30,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാ. 12,000 രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 32,000, 34,000, 44,000 രൂപയാണ് നമ്മുടെ ക്യാഷ് വരിക. ഇത് രണ്ട് സൈഡും ബാലൻസ് ചെയ്താൽ നിങ്ങൾ ടാലി ആവും. ചെക്ക് ചെയ്ത് നോക്കുക. ഈ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ടാലി ആവും. ക്യാഷ് ഇൻ ഹാൻഡ് കണ്ടോ, 44,000 ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി. നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടാലി ആയിട്ടുണ്ടാവും. 1,44,520, 1,44,520 വരണം. 1,44,520, 1,44,520. ഇത്രയാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ വലിയ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.